തെങ്ങിനെ ചൂടിൽ നിന്നും സംരക്ഷിക്കാൻ തരിശു ചുണ്ണാമ്പും തീർത്തുള്ള മിശ്രിതവുമായി ആലത്തൂർ കൃഷിഭവൻ. വേനൽക്കാലത്ത് തെങ്ങിനെ ചൂടിൽ നിന്ന് സംരക്ഷിച്ച വിള വർദ്ധിപ്പിക്കാനാണ് ഇത്തരത്തിൽ മിശ്രിതം ഉപയോഗിക്കുന്നത്. ഓലക്കരിച്ചിൽ, തെങ്ങിൻ തടത്തിന് മുകളിലായി കാണുന്ന പുഴുക്കൾ എന്നിവയെ പ്രതിരോധിക്കാനാണ് താഴെ നിന്ന് 5 അടി ഉയരത്തിൽ മിശ്രിതം അടിക്കുന്നതെന്ന് കൃഷി ഓഫീസർ ശ്രുതി പറഞ്ഞു. നമ്മൾ ഈ തെങ്ങ് കൃഷിക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കുമ്മായവും തുരിശും ചേർത്തിട്ടാണ് നമ്മൾ ഈ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. അത് ശരിക്കും ഈ ചെന്നീലൊലിപ്പിനും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ വരുന്ന ഈ കാലാവസ്ഥയിൽ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ. കാട്ടുശ്ശേരിയിലെ മോഹനന്റെ 1.5 ഏക്കർ കൃഷിസ്ഥലത്താണ് പരീക്ഷണം നടത്തിയത്. ചിലവ് വർദ്ധിക്കുമെന്നതിനാൽ പലരും ഇത് ഉപയോഗിക്കാറില്ലെന്നും എന്നാൽ തുരിശും ചുണ്ണാമ്പും തെങ്ങിനെ ഫലപ്രദമായി സംരക്ഷിക്കുമെന്ന് കർഷകൻ മോഹനൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ കർഷകർക്ക് കഴിഞ്ഞ തവണ കൊടും ചൂടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങളിത് ചെയ്തില്ല. അതിന് മുൻപത്തെ വർഷങ്ങളെല്ലാം ഈ തെങ്ങിന് കുമ്മായം അടിച്ചതിൻ്റെ ഫലമായിട്ട് അടിച്ച തെങ്ങുകൾക്ക് വ്യത്യാസവും അടിക്കാത്ത തെങ്ങുകൾക്ക് അതിൻ്റെ ദോഷവും ഉണ്ടായി. അപ്പോൾ കാലയെക്കുട്ടി തന്നെ ഇത് ചെയ്യാമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കുമ്മായം അടിക്കുന്നത്. ഇതിൽ കൂലി ചെലവും മറ്റേ ഇപ്പോൾ കുമ്മായത്തിനൊക്കെ യഥാർത്ഥ കുമ്മായത്തിന് ഒരു പറ എന്ന് പറഞ്ഞാൽ 10 കിലോ കുമ്മായം മേടിക്കണമെങ്കിൽ 700-750 രൂപ വില വരുന്നുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് പരമാവധി കർഷകർ ഇത് ഒഴിവാകുന്നത്. പക്ഷെ ഞങ്ങൾ ഇത്തവണ സബ്സിഡി നിരക്കിൽ കിട്ടിയ കുമ്മായം വെള്ളത്തിലിട്ട് നോക്കി അത് നീറ്റ് കെട്ടിയും കൂടി ആയപ്പോൾ അതിന് അങ്ങനെ അടിക്കുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ കർഷകരത് ഇത് കിട്ടിയത് കൊണ്ട് സബ്സിഡി കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കത് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ വീണ്ടും അത്തരത്തിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത്തവണ കഴിഞ്ഞ കൊല്ലം പ്രതികൂലമായ കാലാവസ്ഥയിൽ കൃഷി വളരെ മോശമായിരുന്നു. നെൽകൃഷിയായാലും തെങ്ങ് കൃഷിയായാലും ഇപ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. പ്രതീക്ഷയോട് കാത്തിരിക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമൊന്നും കർഷകരെ സംബന്ധിച്ചില്ല. അപ്പോൾ അത് ഞങ്ങൾ പ്രതീക്ഷയോടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നുണ്ട്. കൊടും ചൂട് കഴിഞ്ഞ് 42 ഡിഗ്രി ചൂട് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രളയം വന്നു. പ്രളയം ശക്തമായ മഴ വരുമ്പോൾ തെങ്ങിൻ്റെ കൊല വരുന്ന സമയത്തായിരുന്നു ഈ മഴ വന്നത്. അത് കാരണം കൊലയിൽ ഒരു മെച്ചിങ്ങ പോലും ഇല്ലാതെ എല്ലാം കൊഴിഞ്ഞു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ അതിന് മഴയെല്ലാം വിട്ടു. ധനുമാസത്തിൽ സാധാരണഗതിയിൽ മഴ കുറച്ച് കാലങ്ങളായിട്ട് ഇല്ലാത്തതാണ്. ഇത്തവണ എന്തായാലും ധനുമാസത്തിലും മഴ പെയ്തിട്ടുണ്ട്. ഡിസംബർ 1 മഴ പെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊലകളൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. ഭൂമിക്ക് വേണ്ടുന്ന തെങ്ങിനാവശ്യമായ എല്ലാ വളപ്രയോഗവും മറ്റു കാര്യങ്ങളെല്ലാം കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിക്കുന്ന പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകം, ആട്ടുംകാട്ടം ഒക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ട് അതൊക്കെ ഞങ്ങൾ ഡംപ് ചെയ്ത് സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ അതിൻ്റെ ഗുണം ലഭിക്കും. ഗുണം ലഭിക്കണമെങ്കിൽ പെട്ടെന്ന് ലഭിക്കില്ല. ചാണകവും ഇടുമ്പോൾ 1 വർഷത്തോളം അതിൻ്റെ ഈൽഡ് കിട്ടണമെങ്കിൽ ആ സമയമാകും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരും അതുപോലെ തന്നെ കാലാവസ്ഥയെല്ലാം ഞങ്ങളെ കനിയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.